കാമുകിയെ കൊന്നു കുഴിച്ചുമൂടി. പോലീസ് സ്റ്റേഷനിലെത്തി മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. ഒന്നും അറിയാത്ത പോലെ പോലീസിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അന്വേഷണത്തിനൊടുവിൽ പരാതിക്കാരനായ പൂജാരി തന്നെ പിടിയിലാവുന്നു. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട് തെലങ്കാനയിലെ അപ്സര കൊലക്കേസിന്. ഹൈദരാബാദിലെ ശംഷാബാദ് സ്വദേശിയും ടെലിവിഷൻ താരവുമായ 30-കാരി കുരുകുന്തി അപ്സരയെ കൊലപ്പെടുത്തിയ കേസിൽ സരൂർ നഗർ ക്ഷേത്രത്തിലെ പൂജാരിയായ അയ്യഗരി വെങ്കട്ട് സൂര്യ സായി കൃഷ്ണയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുകയാണ് രംഗാറെഡ്ഡി ജില്ലാ കോടതി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സ്വദേശിനിയായിരുന്നു അപ്സര. ഇവരുടെ ഭർത്താവ് ജീവനൊടുക്കിയതിനെ തുടർന്ന് 2022 ഏപ്രിലിൽ സരൂർ നഗറിലെ കുടുംബത്തോടൊപ്പമാണ് അപ്സരയുടെ താമസം. ഇവിടുത്തെ ബംഗാരു മിയാസമ്മ എന്ന ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു സായി കൃഷ്ണ. അപ്സരയുടെ അമ്മ ദിവസവും ക്ഷേത്ര സന്ദർശനത്തിന് എത്തുമായിരുന്നു. ഇടയ്ക്കിടെ വന്നിരുന്ന അപ്സര പിന്നെ അത് പതിവാക്കി. സായി കൃഷ്ണ അപ്സരയുടെ കുടുംബവുമായി വളരെ അടുപ്പത്തിലുമായിരുന്നു. ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലേക്ക് പതിവായി സന്ദർശനം നടത്തുകയും ചെയ്യുമായിരുന്നു ഇയാൾ. ഇങ്ങനെ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലായി. ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്സരയെ കാണാനില്ലെന്ന പരാതിയുമായി സായി കൃഷ്ണ പോലീസ് സ്റ്റേഷനിലെത്തി. ഒപ്പം അപ്സരയുടെ അമ്മയും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ പന്തികേട് തോന്നിയിരുന്നു പോലീസിന്. സായി കൃഷ്ണ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങിയതോടെ ആ സംശയം ബലപ്പെട്ടു. തുടർച്ചയായി ചോദ്യം ചെയ്തതോടെ സായി കൃഷ്ണ കുറ്റം സമ്മതിച്ചു. അപ്സരയെ കൊന്ന് ക്ഷേത്രത്തിന് പിന്നിൽ കുഴിച്ചു മൂടിയതാണ്. ഇനി അറിയേണ്ടത് എന്തിനാണത് എന്നതായിരുന്നു. ക്ഷേത്രത്തിലെ പൂജാരി മാത്രമായിരുന്നില്ല, ഒരു കോൺട്രാക്ടറും MBA ഗ്രാജുവേറ്റും കൂടിയായിരുന്നു 36-കാരനായ സായി കൃഷ്ണ. അപ്സരയുമായുള്ള ബന്ധത്തിനിടെ സുഹൃത്തുക്കൾക്കൊപ്പം ഇരുവരും ഗുജറാത്തിലെ സോംനാഥ്, ദ്വാരക ക്ഷേത്രങ്ങൾ വരെ സന്ദർശിച്ചിട്ടുണ്ട്. 1 വർഷം പിന്നിട്ടപ്പോഴേക്കും പക്ഷെ ആ ബന്ധം വഷളായി. തന്നെ വിവാഹം കഴിക്കണമെന്ന അപ്സരയുടെ ആവശ്യം സായി കൃഷ്ണയ്ക്ക് അംഗീകരിക്കാനാവുമായിരുന്നില്ല. കാരണം അയാൾ വിവാഹിതനായിരുന്നു, ഒരു കുട്ടിയുടെ അച്ഛനുമായിരുന്നു. അതിലുപരി പൂജാരി എന്ന നിലയിൽ സമൂഹത്തിലുള്ള വിലയും നിലയും കളയാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അപ്സരയുടെ നിർബന്ധം കൂടി വന്നു. അപ്സര ഒരു ശല്യമായി തീർന്നതോടെ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് ചിന്തിച്ചു തുടങ്ങിയിരുന്നു സായി കൃഷ്ണ. 2023 ജൂൺ 3 അപ്സരയെ വിളിച്ച് താൻ വിമാന ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നും കോയമ്പത്തൂരിലേക്ക് പോകാമെന്നും സായി കൃഷ്ണ അറിയിച്ചു. ഏറെ നാളായി കാത്തിരുന്ന അപ്സര മറ്റൊന്നും ചിന്തിക്കാതെ ലഗേജുമായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. സ്വകാര്യ ജോലിക്കായി കോയമ്പത്തൂരിലേക്ക് പോവുകയാണെന്നായിരുന്നു വീട്ടുകാരോട് അപ്സര പറഞ്ഞത്. ശംഷാബാദിൽ അപ്സരയെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് സായി കൃഷ്ണയും എത്തിയതോടെ വീട്ടുകാർക്ക് ഒരു സംശയവും തോന്നിയില്ല. കാരണം അപ്സരയുടെ അമ്മയെ സഹോദരി എന്നാണ് സായി കൃഷ്ണ വിളിച്ചിരുന്നത്. കുടുംബാംഗത്തെ പോലെ കണക്കാക്കിയിരുന്ന സായി കൃഷ്ണയെ അപ്സരയുടെ വീട്ടുകാരും സംശയിച്ചില്ല. അങ്ങനെ അന്ന് രാത്രി 8:15 സായി കൃഷ്ണയും അപ്സരയും ഒരു കാറിൽ സരൂർ നഗറിൽ നിന്ന് പുറപ്പെട്ടു. രാത്രി 10 മണിക്ക് ശംഷാബാദിലെ വല്ലഗുഡയിലുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് യാത്ര ആരംഭിച്ചു. 11 മണിക്ക് സുൽത്താൻ ബല്ലിയിലെ ഗോശാലയിലാണ് എത്തിയത്. അവിടെ കുറച്ചു സമയം ചെലവഴിച്ചതിനു ശേഷം ജൂൺ 4 പുലർച്ചെ 3:50 ഗോശാലയ്ക്ക് സമീപമുള്ള വാർഗുഡിയിലെ ഒരു ഒഴിഞ്ഞ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ കാർ നിർത്തി. പാതി ഉറക്കത്തിലായിരുന്നു അപ്സര. അപ്പോൾ കാറിൽ ഉണ്ടായിരുന്ന ടാർപോളിൻ കവർ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് ആദ്യം നോക്കിയത്. എന്നാൽ അതിൽ കവറിട്ട് മുറുക്കിയിട്ടും അപ്സര മരിക്കാതിരുന്നതിനാൽ പാറക്കല്ലുകൊണ്ട് തലയിൽ പലതവണ ആഞ്ഞടിച്ചു. മരിച്ചെന്നുറപ്പിക്കാൻ അപ്സരയുടെ തലയിലൂടെ കാറ് കയറ്റി ഇറക്കുന്നുണ്ട് ഇയാൾ. തുടർന്ന് കാറിന്റെ കവർ കൊണ്ട് മൃതദേഹം മൂടി ഡിക്കിയിലിട്ട് സരൂർ നഗറിലെ വീട്ടിലേക്ക് തിരിച്ചു. കാർ പാർക്ക് ചെയ്ത് ഒന്നും അറിയാത്ത പോലെ അയാൾ തന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ക്ഷേത്രത്തിലേക്ക് പോയി പൂജകളും ചെയ്തു. അപ്സരയെ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെ അവളുടെ അമ്മ സായി കൃഷ്ണയാണ് ആദ്യം വിളിക്കുന്നത്. ശംഷാബാദിൽ എത്തിയ ശേഷം അവളുടെ മനസ്സ് മാറിയെന്നും സുഹൃത്തുക്കൾക്കൊപ്പം ഭദ്രാചലിലേക്ക് പോയി എന്നും സായി കൃഷ്ണ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് ജൂൺ 5 അമ്മയും കൂട്ടി ശംഷാബാദ് പോലീസിൽ അപ്സരയെ കാണാതായതായി പരാതി നൽകി. തന്റെ മരുമകളെ കാണാനില്ല എന്നായിരുന്നു സായി കൃഷ്ണ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പരാതിയിൽ പറഞ്ഞ പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകൾ ഉള്ളതിനാൽ പോലീസിന് സംശയം തോന്നി. മാത്രമല്ല പരാതിക്കാരന്റെ ഫോൺ വിളിയിലും മറ്റു വിവരങ്ങളിലും മൊഴികളിലും സംശയമുണ്ടായി. തുടർന്ന് പോലീസ് സംഘം സായി കൃഷ്ണയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. ഇതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതകം പുറത്തറിഞ്ഞത്. അപ്സരയെ കൊലപ്പെടുത്തിയതാണെന്നും മൃതദേഹം ക്ഷേത്രത്തിന് പിറകിലെ മാൻഹോളിൽ തള്ളിയെന്നും സായി കൃഷ്ണ വെളിപ്പെടുത്തി. 2 ദിവസം കാറിൽ സൂക്ഷിച്ചിരുന്ന അപ്സരയുടെ ദേഹം ജൂൺ 7 സരൂർ നഗറിലെ ബംഗാരു മൈസമ്മ ക്ഷേത്രത്തിന് പിറകിലുള്ള ഒഴിഞ്ഞ മാൻഹോളിൽ തള്ളിയത്. ദുർഗന്ധം വമിച്ചതിനാൽ LB നഗറിൽ നിന്നുള്ള തൊഴിലാളികളെ വിളിച്ച് മൃതദേഹം തള്ളിയ മാൻഹോളിൽ 2 ട്രക്ക് നിറയെ മണ്ണ് നിറയ്ക്കുകയും ചെയ്തു ഇയാൾ. പ്രതിയുടെ മൊഴി അനുസരിച്ച് ക്ഷേത്രത്തിന് സമീപത്തെ മാൻഹോളിൽ പരിശോധന നടത്തിയ പോലീസ് യുവതിയുടെ ദേഹം കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് സായി കൃഷ്ണ പോലീസിനോട് പറഞ്ഞ വിവരങ്ങളെല്ലാം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സൈബരാബാദ് പോലീസിന് നൽകിയ പ്രാഥമിക മൊഴിയിൽ ഇതേ വർഷം മാർച്ചിൽ അപ്സര ഗർഭിണിയായിരുന്നുവെന്നും ആശുപത്രിയിലെത്തി അബോർഷൻ നടത്തിയെന്നും സായി കൃഷ്ണ വെളിപ്പെടുത്തി. ഇതിനുശേഷമാണ് തന്നെ വിവാഹം കഴിക്കണമെന്ന് അപ്സര നിരന്തരം ആവശ്യപ്പെട്ടു തുടങ്ങിയതെന്നും അല്ലെങ്കിൽ ബന്ധം പുറത്തു പറയുന്ന ഭീഷണിപ്പെടുത്തിയതായും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു.
കൊലപാതകത്തിന് ഒരാഴ്ച മുൻപ് ഗൂഗിളിൽ എങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലാമെന്ന് സായികൃഷ്ണ സെർച്ച് ചെയ്തിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നുണ്ട്. കൊലപാതകം എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള നിരവധി വെബ്സൈറ്റുകൾ സായികൃഷ്ണ സന്ദർശിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്റർനെറ്റ് നൽകിയ വിവരങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ഒരാളെ കൊല്ലാനുള്ള സാധാരണ വഴികളാണ് സായികൃഷ്ണ തിരഞ്ഞെടുത്തതെന്ന് പോലീസ് പറയുന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. അപ്സര വീട്ടിൽ നിന്ന് പോയ സമയം മുതൽ മാൻഹോളിൽ നിന്ന് അഴുകിയ മൃതദേഹം കണ്ടെടുക്കുന്നത് വരെയുള്ള എല്ലാ സംഭവങ്ങളും വിരൽ ചൂണ്ടിയത് സായികൃഷ്ണയിലേക്കായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ സായികൃഷ്ണ നൽകിയ പരാതിയിലും അയാളുടെ മൊഴിയിലും വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. സായികൃഷ്ണയാണ് കൊല ചെയ്തതെന്നത് അപ്സരയുടെ വീട്ടുകാർക്കൊരു നടുക്കമായിരുന്നു. അവനൊരു കുറ്റവാളിയാണെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. മകൾക്ക് നീതി ലഭിക്കണം, സായികൃഷ്ണയെ തൂക്കിലേറ്റണമെന്നും അപ്സരയുടെ അമ്മ ആവശ്യപ്പെട്ടു. എന്നാൽ സായികൃഷ്ണയുടെ വീട്ടുകാർ അയാൾക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. 3 മാസമായി അപ്സര മകനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും തന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ സായികൃഷ്ണയുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമെന്നുമായിരുന്നു ഭീഷണിയെന്നും ഇവർ പറയുന്നു. മകനെ അണ്ണ എന്നാണ് അവൾ വിളിച്ചിരുന്നത്. സഹോദരൻ എന്ന് വിളിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊരു ബന്ധമുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നും അച്ഛൻ പറയുന്നു. കൂടാതെ അപ്സരയുടെ കുടുംബത്തെയും പഴിചാരുന്നുണ്ട് അയാൾ. എന്റെ മകൻ വിവാഹിതനാണെന്നും ഞങ്ങൾ പൂജാരിമാരാണെന്നും നന്നായി അറിയാവുന്ന അവളുടെ അമ്മ എന്തുകൊണ്ട് മകളെ വിലക്കിയില്ല? മകളെ നിലയ്ക്ക് നിർത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നില്ലേ? ഇങ്ങനെ ചോദിക്കുകയാണ് സായികൃഷ്ണയുടെ അച്ഛൻ. പ്രതിയുടെ ഭാര്യയുടെ പ്രതികരണവും മറിച്ചായിരുന്നില്ല. തന്റെ ഭർത്താവ് ഇങ്ങനെയൊരു കൊലപാതകം ചെയ്യുമെന്ന് കരുതുന്നില്ല. അവർ കാറിലിരുന്നപ്പോൾ ബ്ലാക്ക്മെയിൽ ചെയ്ത് തന്റെ ഭർത്താവിനെ അവൾ പ്രകോപിപ്പിച്ചിരിക്കാം. ആ ദേഷ്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും എടുത്തടിച്ചതായിരിക്കാം, അല്ലാതെ മനഃപൂർവ്വമായിരിക്കില്ല എന്ന് സായികൃഷ്ണയുടെ ഭാര്യ പറയുന്നു. സമൂഹത്തിൽ നല്ല മാന്യതയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്സരയ്ക്ക് എന്തോ അസുഖമുണ്ടെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. വഴിയിൽ ബോധം കെട്ട് വീണ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അദ്ദേഹമാണ്. എന്തോ സ്കാനിങ് നടത്തിയെന്ന് അന്ന് പറഞ്ഞിരുന്നു. അവളല്ല, ആ സ്ഥാനത്ത് ആരായിരുന്നാലും അദ്ദേഹം ആശുപത്രിയിൽ എത്തിച്ചേരെ. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ്. ഇങ്ങനെ പോവുകയാണ് സായികൃഷ്ണയുടെ ഭാര്യയുടെ വാദങ്ങൾ. കൊലപാതക കുറ്റമാണ് സായികൃഷ്ണയ്ക്ക് മേൽക്കോടതി ചുമത്തിയിരിക്കുന്നത്. ജീവപര്യന്തം കൂടാതെ 10 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. ഇതിൽ 9.75 ലക്ഷം രൂപ കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണം. ശനിയാഴ്ച ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത സായികൃഷ്ണയെ ഇപ്പോൾ ചെർലപ്പള്ളി ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്.